നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് കഴിഞ്ഞപ്പോൾ ബാഴ്സലോണക്ക് കഠിനമോ അതോ എളുപ്പമോ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തണേ. നമുക്ക് ഏതായാലും ആരോടൊക്കെയാണ് ബാഴ്സലോണക്ക് ഏറ്റുമുട്ടാനുള്ളത് നോക്കാം. ബാഴ്സലോണയുടെ എതിരാളികളായിട്ട് വരുന്നത് പോർട്ട് 1-ൽ നിന്ന് 2 ടീമുകൾ, ഒന്ന് മാഞ്ചസ്റ്റർ സിറ്റിയും മറ്റൊന്ന് പാരീസ് സെന്റ് ജർമ്മനും. വാവ്, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോരാട്ടമാണ്. മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് FC ബാഴ്സലോണ. ഇത് ബാഴ്സലോണക്ക് ഹോം മത്സരമാണ്. പിന്നെ പാരീസ് സെന്റ് ജർമ്മനുമായിട്ട് ഫെറാൻ ടോറസ് ബാഴ്സലോണയ്ക്കെതിരെ കളിക്കാൻ പോകുന്നു. ലൂയിസ് എൻറിക്ക ബാഴ്സയ്ക്കെതിരെ ടീമിനെ ഒരുക്കി ഇറക്കാൻ പോകുന്നു. ഒസ്മാൻ ഡെമ്പലെ ബാഴ്സയ്ക്കെതിരെ കളിക്കാൻ പോകുന്നു. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോരാട്ടം. അത് എവേ മത്സരമാണ്. പോർട്ട് 2-ൽ നിന്ന് ബാഴ്സയ്ക്കെതിരെ വന്നിട്ടുള്ള 2 ടീമുകൾ, ഒന്ന് ആസ്റ്റൺ വില്ലയാണ്, അത് ബാഴ്സക്ക് ഹോം മത്സരമാണ്. പിന്നെ ഒന്ന് സ്പോർട്ടിംഗ് CP ആണ്, പോർച്ചുഗീസ് ക്ലബിനെതിരെ എവേ മത്സരമാണ് കളിക്കാനുള്ളത്. പോർട്ട് 3-ൽ നിന്ന് ബാഴ്സയുടെ എതിരാളികളായിട്ട് വന്നിട്ടുള്ളത് ഫെയനൂർദും ഗലറ്റസറായുമാണ്. ഫെയനൂർദ് എന്ന് പറഞ്ഞാൽ ഡച്ച് ക്ലബ്ബാണ്. ഡച്ച് ക്ലബിനെതിരെ ബാഴ്സക്ക് ക്യാമ്പ് നൗവിലാണ് കളി. അതേസമയം ഗലറ്റസറായി ടർക്കിഷ് ക്ലബ്ബാണ്. തുർക്കി ക്ലബിനെതിരെ ബാഴ്സലോണയ്ക്ക് എവേ മത്സരമാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, പോർട്ട് 4-ൽ നിന്ന് കോമോക്കെതിരെ കളിക്കാനുണ്ട്. സെസ്ക് ഫാബ്രിഗസ് വളർത്തിയെടുത്ത കോമോ, ആ കോമോക്കെതിരെ ക്യാമ്പ് നൗവിൽ കളിക്കാനുണ്ട്. ദെൻ സബാഹ് FCക്കെതിരെ, സബാഹ് FC എന്ന് പറഞ്ഞാൽ അസർബൈജാനി ക്ലബ്ബാണ്, അത് എവേ മത്സരമാണ്. അവരുടെ നാട്ടിൽ പോയിട്ട് കളിക്കണം. ഇതാണ് ബാഴ്സയുടെ എതിരാളികൾ. അപ്പോൾ എനിക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ മാഞ്ചസ്റ്റർ സിറ്റിയും പാരീസ് സെന്റ് ജർമ്മനും ഒരു പരിധിവരെ ആസ്റ്റൺ വില്ലയും കോമോയും ബാഴ്സയ്ക്ക് വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുണ്ട്. മറ്റ് ടീമുകൾ അത്ര വലിയ രൂപത്തിൽ ഒരു ഭീഷണിയായേക്കില്ല. അപ്പോൾ ബാഴ്സലോണയ്ക്ക് ഇത് വളരെ എളുപ്പമാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വളരെ കഠിനമാണ് എന്നും പറയാനില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു മോഡറേറ്റ് ഡിഫിക്കൽട്ട് മാത്രമാണ് ബാഴ്സലോണക്കുള്ളത്. ബാഴ്സലോണ ടോപ്പ് 8-ൽ ഫിനിഷ് ചെയ്ത് നേരിട്ട് റൗണ്ട് ഓഫ് 16-ലേക്ക് എത്തിയാൽ അത്ഭുതപ്പെടാനില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.